ഹലോ, എല്ലാവർക്കും നമസ്കാരം. അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് എവരിബഡി. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, ഷോർട്ട് വീഡിയോ. ഇതൊരു നമ്മുടെ പെർമിറ്റ് കാർഡ്, നമ്മുടെ റെസിഡൻസ് പെർമിറ്റ് കാർഡിനെ പറ്റിയിട്ടാണ്. ഫിൻലാൻഡിലത്തെ പല ആളുകളും ഇപ്പോഴും പേഴ്സിൽ റെസിഡൻസ് കാർഡ് വെച്ച് നടക്കുന്നുണ്ട്. അത് വളരെയധികം അപകടം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ ഫിൻലാൻഡിലത്തെ റെസിഡൻസ് കാർഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസ് ID എന്നുള്ള സംവിധാനമുണ്ട്. പോലീസ് ID അതെടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ട്രാവൽ ചെയ്യാം. എന്ത് വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ നിൽക്കാം, സ്റ്റേ ചെയ്യാം ഇൻ ഫിൻലാൻഡ്. പിന്നെ ഔട്ട്സൈഡ് പോയിട്ട് ഇന്ത്യ. അപ്പോൾ നിങ്ങൾ ഇന്ത്യ പോകുന്നു, കാർഡ് ലോസ്റ്റായി, ഏതെങ്കിലും കാരണവശാൽ കാർഡ് ലോസ്റ്റ് ആയിരിക്കുക. ഒരു മിനിറ്റ് ഇത് പറയട്ടെ. കാർഡ് ലോസ്റ്റ് ആയിരിക്കുക. ഇത് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ആൾക്ക് പേഴ്സ് നഷ്ടപ്പെട്ടിട്ട് പേഴ്സ് എടുത്തു കൊടുത്തിട്ട് വന്നത്. അപ്പോൾ ഇത് ആള് ഒന്നും വിചാരിക്കണ്ട, കാരണം എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എന്നെ സൈക്കിൾ ഓടുമ്പോഴാണ് പേഴ്സ് ബാക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പേഴ്സ് പോയി. വേറൊരാള്, ഒരു ഇന്ത്യക്കാരൻ തന്നെയാണ് എടുത്തു തന്നു, കിട്ടി. പേഴ്സ് അങ്ങനെ നമ്മുടെ ഇന്ത്യയിലെ പോലെ ഒന്നല്ല, അങ്ങനെ ഇവിടെ ആളുകൾ കൊടുന്നു തരും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. കാരണം അതിൽ കംപ്ലീറ്റ് ID കാര്യങ്ങളും. ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ബാഗിക്കേടുകൊണ്ട് ആർക്കും കിട്ടിയില്ല, അപ്പം മഞ്ഞിലൊക്കെ വീണ് കിടന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അത് പോയി തന്നെ പറയാം. പിന്നെ ലോസ്റ്റ് ആയി എന്ന് പറയാം. അപ്പോൾ ഇത് ലോസ്റ്റ് ID ആയി കഴിഞ്ഞാൽ നാട്ടിൽ വെച്ച് ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കണം. എന്നെ മാതിരി ലോസ്റ്റ് ആയെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് നേരെ നിങ്ങൾ ന്യൂഡൽഹി എംബസിയിലേക്കാണ് പോകേണ്ടത്, അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കണം. എന്നിട്ട് പോലീസിൻ്റെ റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ വേണം. അത് കഴിഞ്ഞ് നിങ്ങൾ D കാറ്റഗറി വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രം നിങ്ങൾക്ക് ഫിൻലാൻഡിലേക്ക് തിരിച്ചു വരാൻ പറ്റൂ. ഓക്കെ, നിങ്ങളവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്തുകൊണ്ടാണ് അത് എങ്ങനെയാണ് ലോസ്റ്റ് ആയെന്നുള്ളത്. പിന്നെ അത് വാലിഡ് ആയിരിക്കണം. അതിനൊരു കോപ്പി എപ്പോഴും കയ്യിലേക്കും നല്ലതാണ്. ഓക്കെ, അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊന്നും അറിയാത്ത ആളുകളാണ് ഇതൊക്കെ കയ്യിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ വലിയൊരു ആപത്താണ് വരാൻ പോകുന്നത്. ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന അറിയുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല. ഇത് ചിലരുണ്ട് അവിടെ ഡൽഹിയിൽ പോകാൻ ബുദ്ധിമുട്ട്. അതുപോലെ ഫാമിലിക്ക് പോയി കഴിഞ്ഞാൽ ഫാമിലിയുടെ മൊത്തം ചിലവാണ്. അവിടെ പോകാനും വരാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാക്സിമം അത് നിങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യണം. ഓക്കെ, പെട്ടിയിൽ എടുക്കുക. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടിയിൽ തന്നെ വയ്ക്കുക. എപ്പോഴും പേഴ്സിൽ വെച്ച് കിടക്കാതെ പെട്ടിയിൽ വയ്ക്കുക. നാട്ടിൽ പോയി കഴിഞ്ഞാൽ പെട്ടിയിൽ വയ്ക്കുക. അത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് പെട്ടി എടുത്തിട്ട് പോരാ. അത്രമാത്രമാണ് ചെയ്യേണ്ടത്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ദുഃഖിക്കേണ്ടി വരും ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ വെച്ച് ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഫോർ സ്റ്റെപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഇവിടെ ഫിൻലാൻഡിൽ വന്നതിന് ശേഷം പിന്നെ ന്യൂ പെർമിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യണം. അവിടെ ഫിംഗർ പ്രിന്റ് പിന്നെ എടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കാർഡ് കിട്ടൂ. അപ്പോൾ ഇത് വളരെ ചെറിയൊരു പ്രോസസ്സിങ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് ChatGPTയിൽ നിങ്ങൾ നോക്കി നിങ്ങൾക്ക് കാര്യങ്ങൾ ഒരു ഇതൊക്കെ പിടുത്തം കിട്ടും. ഒരു മിനിറ്റ് മുന്നോ അത് കാര്യം പറയട്ടെ. അപ്പോൾ ഇവനെ പഴയകോട്ടിൽ നിന്ന് വരുന്ന വഴിയാണ്. ഞങ്ങൾ ലാസ്റ്റ് ഡേ ആണ്, ക്രിസ്മസ് ഡേ ആണ്. അപ്പോൾ അല്ല അത് ഞാൻ അപ്പോൾ പറഞ്ഞോ. എന്താ ചെയ്തേ അതല്ലേ? ഓക്കെ ചെയ്തതുകൊണ്ട് പറഞ്ഞു നിർത്തിയോണ്ട. അല്ല, ഇത് പറയട്ടെ. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് പോവാം, വീട്ടിൽ പോവാം. വിശക്കുണ്ട്. ഇപ്പോൾ ശരിയാക്കാം, എല്ലാം ശരിയാക്കിരാം. അപ്പൊ ഇതും കൂടി ഞാൻ പറഞ്ഞേ. ഇപ്പൊ ഇവിടെ വെച്ച് പോയി കഴിഞ്ഞാൽ, നാട്ടിൽ വെച്ച് പോയി കഴിഞ്ഞ കാര്യം ഞാൻ മനസ്സിലായല്ലോ. 4 സ്റ്റെപ്പ് ഉണ്ട്. 4 സ്റ്റെപ്പ് നിങ്ങൾ കവർ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സാധനം ഇവിടെ എത്താൻ പറ്റൂ. ഓക്കെ, അത് ഇനി ഇവിടുത്തെ കാര്യം. ഇവിടെ നിങ്ങൾ ലോസ്റ്റ് ഇതായി കഴിഞ്ഞാൽ അതേ സെയിം പ്രൊസീജിയർ തന്നെ. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കണം. അത് കഴിഞ്ഞ് നേരെ നിങ്ങൾ നാട്ടിലെ ഡൽഹി പോകണം. ഇവിടെ പിന്നെ അതിൻ്റെ പ്രശ്നമില്ല. ഇവിടെ നിന്ന് വെച്ചിട്ട് ലോസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ന്യൂ കാർഡിന് നിങ്ങൾ ഫിൻലാൻഡ് എൻട്രിയിൽ പോയിട്ട് ഫിൻലിയും ഓൺലൈനിൽ അപ്ലൈ ചെയ്യണം. എന്നിട്ട് ഫിംഗർ പ്രിൻ്റ് കാര്യങ്ങൾ എടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ID കാർഡ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇവിടെ ആയാൽ നിങ്ങൾ രക്ഷപ്പെടുന്നത് പകുതി രക്ഷപ്പെട്ടു എന്ന് പറയാം. എന്നാലും പണിയുണ്ട്. പണി അറിയാത്തവൻ ഗോവിന്ദ ആവും.
അപ്പോൾ അതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരിക്കലും പേഴ്സിൽ വെച്ചിട്ട് ഒരിക്കലും റെസിഡൻസ് കാർഡ് വെച്ച് നടക്കരുത്. റെസിഡൻസ് കാർഡ് വെച്ച് നടക്കരുത്. നിങ്ങൾ വേറെ എന്ത് വേണമെങ്കിൽ വെച്ചോ, കുഴപ്പമില്ല. റെസിഡൻസ് കാർഡ് വെച്ച് നടക്കരുത്. നിങ്ങൾക്ക് ഇവിടെ ഫിൻലാൻഡിൽ ജീവിക്കാൻ ആഗ്രഹമുള്ളവർ. ഓക്കെ അല്ല തീരുമോ? ഓക്കെ, ബൈ ബൈ. ഓ ബൈ ബൈ.